ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് കളിക്കുന്നത് മൈൻക്രാഫ്റ്റാണ്. മൈൻക്രാഫ്റ്റിൽ ഒരു മോഡാണെന്ന് പറഞ്ഞാൽ മോഡല്ല, ഒരു സംഭവം ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ കുറച്ച് ഇന്നലെ വന്നപ്പോൾ ആ വില്ലേജർ പറഞ്ഞു ഒരു ബ്ലാക്ക് സ്മിത്തിൻ്റെ വീട്ടിലൊരു ബെഡ്റോക്ക് ആർമർ ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കണ്ടേ? നമുക്കപ്പോൾ നേരെ വില്ലേജിലോട്ട് പോയാലോ? വാ. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. നമ്മൾ വില്ലേജ് ഇവിടെ എവിടെയോ ആയിട്ടാണ് ഗൈസ്. വില്ലേജ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾ മോഡൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് അവിടെ ഒരു പ്ലേ സ്റ്റോറിൽ പോയി നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുന്നതാണ് ഒരു ഈ മോഡ് റെക്കോർഡല്ലേ. ഓക്കെ, ഏതും ബ്ലാക്ക് സ്മിത്തിൻ്റെ വീടാണോ? എല്ലാ വീട്ടിൽ കയറി നോക്കണം. ഈ വീട്ടിൽ ചെസ്റ്റ് ഉണ്ടോ നോക്കാം. കയറും. ഓക്കെ. ഹലോ വിജയമ്മ, സുഖല്ലേ? ഇതിൻ്റെ മേളിൽ ചെസ്റ്റില്ല കൈസ്. നമുക്ക് വേറെ വീട്ടിൽ ബ്ലാക്ക് സ്മിത്ത് എന്നല്ലേ പറഞ്ഞു. നമ്മളതിന് ഈ വീട്ടിൽ കയറണം. ഇവിടെ ഒരു ബ്ലാക്ക് സ്മിത്തിൻ്റെ വീട്. എടാ പശു, നീ ആ ബ്ലാക്ക് സ്മിത്തിൻ്റെ വീടുണ്ടോ? പശു ഒന്നും പറഞ്ഞില്ല കൈസ്. ഞാനൊരു കുഴിയിൽ ചാത്തു. ഭാഗ്യം രക്ഷിട്ടു. അയ്യോ, കയറ്. യെസ്. ഈ ബ്ലാക്ക് സ്മിത്തിൻ്റെ വീടാണോ പറഞ്ഞത്? ഇതാണല്ലോ ബ്ലാക്ക് സ്മിത്ത്. നമുക്ക് നോക്കാം. ഇവിടെ വല്ലതും ഉണ്ടോ? കുറച്ച് അയണുണ്ട്. അയൺ എടുത്തേക്കാം. ഒരു സ്വാഡ് എടുത്തേക്കാം. സേഫ്റ്റിക്ക് സ്വാഡ് ഇട്. വേറെ ബ്ലാക്ക് സ്മിത്തിൻ്റെ വീട്. എടാ, ഇവിടെ വേറൊരു ബ്ലാക്ക് സ്മിത്തിൻ്റെ വീടൊന്നും കാണില്ല. അണ്ണാ, ബ്ലാക്ക് സ്മിത്തിൻ്റെ വീട് എവിടെ അണ്ണാ? എമറാൾഡ് വരും അണ്ണ. ബ്ലാക്ക് സ്മിത്തിൻ്റെ വീട് പറ അണ്ണ. അണ്ണൻ്റെ വീട്ടിൽ കുഞ്ഞമ്മ. അണ്ണ ചാവത്തണ്ണ. അണ്ണ ബ്ലാക്ക് സ്മിത്തിൻ്റെ വീട് അവിടെ എന്ന് പറഞ്ഞിട്ട് പോവണ്ണ. അവിടെ ഞാൻ നോക്കിയതാ അണ്ണ പറയൂലേ. അയ്യോ, അണ്ണൻ്റെ വീട്ടിൽ കുഞ്ഞമ്മ. ഇവിടെ ഒരു ബ്ലാക്ക് സ്മിത്ത് ഉണ്ട്. ഇനി ഇവിടെയാണോ? ഇതെന്താ അവിടെ ചെസ്റ്റ്? ഇവിടെ ക്രാഫ്റ്റിംഗ് ടേബിള് ഉള്ളതുകൊണ്ട് വേണം പോലെ. ക്രാഫ്റ്റിംഗ് ടേബിൾ കിട്ടി. ചെസ്റ്റിലെന്താ? ഒന്നുമില്ലേ. ഇതെന്താ ഇവിടെ? ആപ്പിൾ. നമുക്ക് ഈ ബ്ലാക്ക് സ്മിത്തിൻ്റെ വീട്ടിൽ കയറി നോക്കാം. ഇവിടെ വല്ലതും ഉണ്ടോ? ഓ, കിട്ടി ഗൈസ്. നമുക്ക് ദാണ്ട് കിട്ടിയിരിക്കുന്നു. ഗോൾഡൻ ആപ്പിൾ, ടോർച്ച്, വാട്ടർ ബക്കറ്റ്. പിന്നെ എന്താണെന്നൂടാ ഗൈസ്. അവർ പറഞ്ഞത് റിയൽ ആയിരുന്നു. എനിക്ക് വിശ്വസിക്കാൻ പറ്റല്ല. അയ്യോ, ശരിക്കും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ആപ്പിളിനുമില്ലല്ലേ. അപ്പോൾ നമുക്കിതൊന്ന് ഇട്ടാലോ? ഇതെന്തത്? ഓ, ഹെൽത്ത് ഉണ്ടോ നിങ്ങൾ? നോക്കി. ഭയങ്കര പാട് നടക്കാൻ. സ്പീഡിൽ ഓടാൻ പറ്റില്ല. ബെഡ്റോക്ക് ആർമർ ഇട്ടാരണം. നോക്കട്ടെ, ഒന്ന് ഊരി നോക്കട്ടെ. ഏത് ഊരുമുള്ള പാട്. ലെഗിൻസിനാണ് ഒടുക്കത്തെ ഹാർഡ് ഗൈസ്. ഇപ്പം പിന്നെ ഓടാൻ പറ്റണ്ടെന്ന് തോന്നണം. ഇപ്പം പിന്നെ ഓടാൻ പറ്റുന്നുണ്ട്.
ലെഗിൻസ് ഇട്ടൊക്കെ ഒട്ടും ഓടാൻ പറ്റില്ല. നമുക്ക് ഇട്ടിട്ട് പോവാം. ഹെൽത്ത് കൂടിയില്ലേ, നമുക്ക് ആ അയൺ സോഡൊക്കെ മാറ്റാം. ഡയമണ്ട് ഉണ്ട്, ഗോൾഡ്. ആപ്പിൾ എടുക്കട്ടെ, പിന്നെ ടോർച്ച് എടുക്കാം. വേവൂ. ഇനി നൈറ്റ് ആവണ വരെ വെയിറ്റ് ആക്കണമല്ലോ. ഓടാൻ ഭയങ്കര പാട് ഗൈസ്, ഓടാൻ ഭയങ്കര പാട്. ഗോൾഡൻ ആപ്പിൾ മാത്രം കഴിച്ചു കൂടില്ലേ? ഇപ്പൊ എത്ര ആർക്കുണ്ട്? 1 2 3 10 + 30 + 8 ആർട്ട് ഗൈസ്. 38 ആർട്ട് നമുക്കുണ്ടാ. എന്താ ഇനി ഓരോ വില്ലേജറിനെ ഞാൻ അവിടെ കൊല്ലാണ്. ഈ വില്ലേജറല്ലേ നമുക്ക് സാധനം, പക്ഷെ ഇവനല്ല തന്നെ ബ്ലാക്ക് സ്മിത്തിന്റെ ഏതൊരു വില്ലേജറാ. ഹായ് കോയി കോയി കോയിയുടെ വീട്ടിൽ കുഞ്ഞമ്മ. അണ്ണനല്ലേ എനിക്ക് സാധനം തന്നെ. അണ്ണൻ പെട്രോക്ക് എമറാൾഡ് പെട്രോക്ക് ഇറങ്ങോ ബോട്ട്. അണ്ണൻ കില്ലാടി തന്നെ. അപ്പൊ എനിക്ക് തോന്നണ ഇവനാണോന്നാണ് അവിടെ വെച്ച ബെഡ്റോക്കിന്റെ ഷൂ. കൊള്ളാണ്. പക്ഷെ നമ്മുടെ ഇത് ശരിക്കിനുള്ളതല്ല, ശരിക്കും ശക്തി ഇല്ലല്ലോ. കാരണം നമ്മുടെ ഈ എൻ്റെ ഹെൽത്തിന്റെ മേളിലൊരു ചെസ്റ്റ് പ്ലേറ്റിന്റെ സാധനം കണ്ടോ, അത് പകുതി വരുള്ളൂ. ശരിക്കും അങ്ങനല്ല. ഡയമണ്ട് നെതറേറ്റൊക്കെ ആണെങ്കിൽ ഫുള്ള് കാണും. ഗോൾഡ് അങ്ങനെ വരില്ല, അയൺ അങ്ങനെ വരില്ല, മറ്റേ ലെതർ കിട്ടും വരില്ല. അണ്ണാ ഈ അയ്യക്കോളൊന്ന് ഇങ്ങനെ ഓടണേ. ഇതെന്താ അയ്യങ്കോള് സാധാരണ നടക്കല്ലേ, ഇതെന്താ? എന്റെ പവറാണ് എന്നാ കൊണ്ടിരുന്നത്. ഇങ്ങനെയല്ലേ സാധാരണ നടക്കണത്. ഇതെന്താ ഓടി കളിക്കണത്? ഓടിപ്പിടുത്തം കളിക്കാണോ അണ്ണ? അന്നാ ഞാനും ഉണ്ട്. ചില തല്ലിയുടെ ഡാമേജ് ഇട്ടുള്ള അദ്ദേഹം തല്ലണ്ട്. ഈ സാധനം ഓക്കെ കേട്ടോ. തല്ലിയുടെ ഡാമേജ് ഇട്ടുള്ളല്ലോ. എൻ്റെ 6 ഹെൽത്തും പോണില്ല. നീ എന്താടാ എന്നെ കുറിച്ച് വിചാരിച്ചേ? എന്താടാ നീ ഇത്രയും നാള് ഞങ്ങളുടെ തല്ലമ്മ? നിനക്ക് 3 ബ്ലേക്കിന്റെ മുകളിൽ പോകാൻ പറ്റില്ലല്ലോടാ. പറ്റൂടാ? എന്താ നിനക്ക്? നിനക്കത് തല്ലാൻ പറ്റില്ല. ഇതാണ് എന്റെ ഏറ്റവും എന്താ മോനെ? തല്ലാൻ പറ്റില്ലേ? ഞാൻ അവിടെ നോക്കാം. ഹലോ ഗൈസ്, നമ്മുടെ അയങ്കോളം നമ്മുടെ പുറം മാന്തി തരാം കേട്ടോ. ഇങ്ങോട്ട് അവിടെ തന്നെ പുറം മാന്തി. നല്ല ചുക്കം പുറം മാന്തി തല്ലു. അണ്ണ റിപ്പയർ ചെയ്തല്ലോ. എൻ്റെ അയ മൊത്തം തന്നു. ഇപ്പൊ ഓടാർക്കെ കണ്ണിൽ പിക്കാസില്ല കുത്തണ ഇപ്പുറത്ത് കുത്തി അമ്പട്ടപ്പുളകു. എന്താ പറ്റിയേ? എന്നെ തൊടാൻ പറ്റില്ല, ഇവനെ തൊടാൻ പറ്റില്ല. ഞാനവനെ ഒന്നിക്കൊണ്ടോണം. അച്ചൂടാ എന്നടാ എൻ്റെ നൈറ്റ് ആണ്. ആ ജോമിനെ പോയി കൊല്ലി. ഞാൻ അവിടെ കിടന്നുറങ്ങട്ടെ. മതി തന്നത്. കിടന്നുറങ്ങിയിട്ട് വരാം. പോടാ. എനിക്കിനിയിപ്പം ഇതിൻ്റെ പുറം മാന്തലൊന്നും വേണ്ട. നൈറ്റ് ആവട്ടെ. നൈറ്റ് ഇല്ല. അത് നമ്മുടെ ബെഡ്റോക്കിൻ്റെ ആർമർ സെറ്റ്. എന്താണ് ബ്രോ? ഗൈസ് നമ്മുടെ ബെഡ്റോക്കിൻ്റെ ആർമർ സൂപ്പറാണ് കേട്ടോ ഗൈസ്. നമുക്ക് ബെഡ്റോക്കിൻ്റെ ആർമർ നല്ല, പക്ഷെ ഓടാൻ പറ്റില്ല സ്പീഡിൽ. പക്ഷേ ഒരു ഡാമേജ് പോലും കിട്ടൂല. നമുക്ക് 30 ആർട്ട് എക്സ്ട്രാ കിട്ടുന്നതാണ്. അതാണ്. പിന്നെ ഇതിൻ്റെ ഹെൽത്ത് അയങ്കോളം അടിച്ചിട്ട് എനിക്ക് ഡാമേജ് പോലും കിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ ആകാശത്തോട്ട് പറന്നു പോകേണ്ടതാണ്. നമുക്കത് കിട്ടിയില്ല. പക്ഷെ എങ്ങനെയുണ്ട് നൈറ്റ് ആയി ഗൈസ്. നമുക്ക് കിടന്നുറങ്ങണ്ടല്ലേ വെറുതെ. ഇവനുള്ള കാരണമാണ്.
പക്ഷെ ഓടാൻ പറ്റില്ല, അതാണ് ഗൈസ്. നമ്മുടെ ബെഡ്റോക്കും വെച്ച് ബെഡ്റോക്കിൻ്റെ ആർമർ വെച്ച് ഓടാൻ പറ്റില്ല, അതാണ്. ഐ ഐ എവിടെ നേരെ പുറമെ മതി. നമ്മൾ തിരിച്ചടിക്കുന്ന ചാവൂല ഞങ്ങളും പോവാത്തെ. സോഡിന്റെ ഡൂറബിലിറ്റി ചാവള്ളല്ല ഗൈസ്, ചാവള്ള. വാട്ട്? ഗൈസ് ഇവൻ ചാവള്ളല്ല, ഇവനങ്ങനെ കൊല്ലിയപ്പോ. വാട്ട്? ഗൈസ് ചാവള്ളല്ല, ഗൈസ് ചാവള്ള. ഇനിയിപ്പോ എന്ത് ചെയ്യും ഗൈസ്? നമുക്ക് ലാവ വെച്ച് കൊല്ലാൻ പറ്റും. നമുക്കൊരു വാട്ടർ ബക്കറ്റ് ഇട്ടില്ല. ഇതെന്താ ചവറ്? ഇപ്പോ ഗൈസ് നമുക്ക് അവിടെ ബ്ലാക്ക് സ്മിത്തിന്റെ ലാവില്ല, ഞാൻ എടുത്തിട്ട് അതാടാ വാ. ഞങ്ങൾക്ക് അത് ചാവാത്ത എത്ര അടി അടിച്ചെന്നറിയോ? സോഡിന്റെ പകുതി ഡോറബിലിറ്റി പോയി. പശു ചാവുണ്ടോ? ഞാൻ റിപ്പയർ ചെയ്തിട്ടാണ് തോന്നുന്നത്. പക്ഷെ റിപ്പയർ ചെയ്യണ്ട വെള്ളം. നമുക്ക് ലാവേജ് ഡാമേജ് കിട്ടോ? നോക്കാം. ഇവിടാണേ നമുക്ക് കിട്ടൂലേ? ഇങ്ങോട്ട് വാ. ലാവയുടെ വേണ്ടി കൂടെ കാണി. ഓ നമുക്ക് ബബിള് പോണു ഗൈസ്. ലാവിനുള്ളിൽ കൂടെ നിന്ന് നമുക്ക് ബബിള് പോണു. അത് എൻചാൻ്റെ ഗോൾഡൻ ആപ്പിൾ, അത് സാധാ ഗോൾഡൻ ആപ്പിൾ. ഇതൊന്ന് ചാവാറ് ഇവിടെ വെച്ചോട്ടെ. ചാവള ചാവാറുണ്ട്. കാര്യമില്ല. കാരണം ഭൂതം ഞാൻ എത്ര ചത്തില്ല. അപ്പൊ നിങ്ങളോട് അതാണ് എനിക്ക് ഇഷ്ടമല്ല. പമ്പരം കറങ്ങി ഞാൻ പമ്പരം കറങ്ങി. അതുകൊണ്ട് പ്രാന്തായി ഗൈസ്. അതിനോട് പട്ടീനെ കണ്ടായിരുന്നല്ലോ. ആ പട്ടി എന്തേ അതിലവിടെ. ഓ നല്ല സെറ്റ് ആമേല ആർമർ ഗൈസ്. ബെഡ്റോക്കിൻ്റെ അതേ ഷേപ്പുള്ള അതേ ഷേപ്പല്ല, ഷേപ്പ് ബ്ലോക്ക് അല്ലേ ഇങ്ങനത്തെ. കൊള്ള എനിക്കിഷ്ടമായി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ വീഡിയോ. നമുക്ക് എന്നാലും അയങ്കോളം ചത്തില്ല, അതാണ് എനിക്ക് ഡൗട്ട്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ പറ. അയങ്കോളം പിന്നെ അവിടെ കിടന്ന് കറങ്ങണുണ്ടോ? കണ്ട ഗൈസ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അത് മാത്രമല്ല നമ്മൾ ഈ ബെഡ്റോക്ക് ആർമർ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റും ചെയ്യണം. അപ്പോൾ ഇതിലും നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും ഏറ്റുമുട്ടാം. ദിസ് ഈസ് FMB യാസിൻ മോനെ 3.0. ബൈ ഗൈസ്. കണ്ണിൽ കർപ്പൂര ദീപം.